വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസ്സിന് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും വ്രതമെടുക്കാറുണ്ട്. എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്? പണ്ടൊക്കെ എന്ന് പറയുന്നത് 28 നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. കാലാനുസൃതമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഇപ്പോൾ ആഘോഷിക്കാറുള്ളത്. എന്തൊക്കെയാണ് തിരുവാതിര വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പാർവതീദേവിയും മഹാദേവനും ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അത് അത്രയും നന്ന്. അവിടെ പോയി മഹാദേവനെ ദർശിക്കുകയും ശിവായ മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഉത്തമം. തിരുവാതിരക്കളി ഏത് സമയത്താണ് നടക്കുക? ഇല്ലത്തെ സ്ത്രീകൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഗണപതി, സരസ്വതി, ഇഷ്ടദേവതാസ്തുതികൾ ഒക്കെ പാടി ഉറക്കം വിളയ്ക്കുന്നത് തിരുവാതിര കളിച്ചാണ് പണ്ടുള്ളവർ ഉറക്കം വിളയ്ക്കാറുള്ളത്. രാവിലെ രാത്രി മൊത്തം ഉറക്കം ഒഴിക്കാറുണ്ട്. സ്വന്തം പത്നിയുടെ വിയോഗത്തിലെ കുപിതനായ മഹാദേവൻ ദക്ഷനെ വധിക്കുകയും സതീദേവിയെ വീണ്ടും പത്നിയായി ലഭിക്കുവാനായിട്ട് തപസ്സനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഭഗവാന്റെ ജന്മനാളായ തിരുവാതിര നാൾ വരെ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ചു കൊള്ളുവാൻ പാർവതി ദേവിയോട് പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്നും ഋതുമതികളായ കുട്ടികളുടെ ആദ്യത്തെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നുമാണ് പറയാറുള്ളത്. നമസ്തേ. കേരളത്തിലെ സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തിരുവാതിര എന്ന് പറയുന്നത്. എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത് എന്നും എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നും നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് എനിക്കൊപ്പം ഉള്ളത് നെയ്യാറ്റിൻകര യോഗക്ഷേമ സഭയുടെ വനിതാ സഭ പ്രസിഡന്റ് ആയിട്ടുള്ള ഉഷാദേവിയാണ്. നമസ്തേ. തിരുവാതിര നമുക്കറിയാം, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ദിവസമായിട്ടാണ് തിരുവാതിരയെ നമ്മൾ കാണുന്നത്. എന്താണ് തിരുവാതിരയുടെ ഒരു ഐതിഹ്യം? തിരുവാതിരയുടെ ഐതിഹ്യം കൂടുതലായും ശിവനെയും പാർവതിയെയും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മഹാദേവന് പാർവതിയുടെ അനുരക്തനായ ദിവസമാണെന്നാണ് പൊതുവെ വിശ്വാസം. അതിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു കഥയെന്ന് പറയുന്നത് ദക്ഷ പ്രജാപതിയുടെ മകളായ സതീദേവി മഹാദേവനെ പൂജിക്കുകയും അദ്ദേഹത്തിനെ ഭർത്താവായി ലഭിക്കുവാനായി തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ മകളുടെ ഈ ഒരു വിവാഹത്തിനോട് ദക്ഷന് യോജിക്കാൻ കഴിയുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ നടത്തിയ ഈ വിവാഹത്തിൽ അദ്ദേഹം ചിന്ത ഉപേക്ഷിച്ചു, മകളെ ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അടുത്ത ഒരു മഹായാഗം നടത്തുന്ന സമയത്ത് ദക്ഷ പ്രജാപതിയുടെ കൊട്ടാരത്തിൽ ഒരു മഹായാഗം നടത്തുന്ന സമയത്ത് എല്ലാ ദേവന്മാരെയും പത്നി സമേതം വിളിക്കുകയും മഹാദേവനെയും സതീദേവിയെയും ക്ഷണിക്കാതിരിക്കുകയും ചെയ്തു. പിതാവിൻ്റെ ഈ ഒരു രീതിയിൽ വിഷമം തോന്നിയ സതീദേവി തൻ്റെ പിതാവിൻ്റെ അനുവാദമില്ലെങ്കിലും ക്ഷണമില്ലെങ്കിലും സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകാൻ അനുവാദം വേണമെന്ന് മഹാദേവനോട് പറയുകയും അവിടെ എന്ത് സംഭവിച്ചാലും സഹിക്കാനുള്ള മനസ്സോടുകൂടി പോകണമെന്ന് ഭഗവാന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ സതീദേവി യാഗത്തിൽ പങ്കെടുത്തു. എന്നാൽ മറ്റ് ദേവന്മാരുടെ മുൻപിൽ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തു മഹാദേവനെയും സതീദേവിയെയും ദക്ഷൻ. ഇതിൽ മനം നൊന്ത സതീദേവി ആ യാഗാഗ്നിയിൽ ചാടി മരിച്ചു. ഇതിൽ കുപിതനായ മഹാദേവൻ സ്വന്തം പത്നിയുടെ വിയോഗത്തിലെ കുപിതനായ മഹാദേവൻ ദക്ഷനെ വധിക്കുകയും സതീദേവിയെ വീണ്ടും പത്നിയായി ലഭിക്കുവാനായിട്ട് തപസ്സനുഷ്ഠിക്കുകയും ചെയ്തു. സതീദേവിയാകട്ടെ തനിക്ക് വീണ്ടും മഹാദേവനെ ഭർത്താവായി ലഭിക്കുവാൻ ഹിമവാന്റെ പുത്രിയായ പാർവതീദേവിയായി പുനർജനിച്ചു. ദേവി സതീദേവി വന്നു ഹിമവാൻ മകളായി പിറന്നു എന്ന് പറയുന്ന ഒരു തിരുവാതിരപ്പാട്ട് തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ മഹാദേവന്റെ തപസ്സിൽ ദേവന്മാർക്ക് ഭയം തോന്നുകയും പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും എന്നുള്ള ചിന്ത വരികയും ഭഗവാന്റെ ആ ഒരു തപസ്സിനെ ഇളക്കാനായിട്ട് കാമദേവനെയും രതീദേവിയെയും ഏർപ്പാടാക്കി. പാർവതീദേവി മഹാദേവനെ പൂജിക്കുന്ന സമയത്ത് കാമദേവൻ മഹാദേവന്റെ നെഞ്ചിൽ കാമബാണം എഴുകയും പൂജ ചെയ്ത സതീദേവി പുനർജനിച്ച് പാർവതീദേവിയായി പൂജ ചെയ്യുന്ന സമയത്ത് മഹാദേവൻ പാർവതിയിൽ അനുരക്തനാവുകയും ചെയ്തു. എന്നാൽ ഭംഗം വരുത്തിയ കാമദേവനെ ദേഷ്യത്തിൽ മഹാദേവൻ തൃക്കണ്ണ തുറന്ന് വധിച്ചു എന്ന് പറയും. ഇതിൽ ഒരുപാട് വിഷമം തോന്നിയ രതീദേവി പാർവതിയോട് തൻ്റെ ഭർത്താവിനെ തിരികെ ലഭിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ഭഗവാന്റെ ജന്മനാളായ തിരുവാതിര നാൾ വരെ തപസ്സനുഷ്ഠിച്ച് ഭഗവാനെ പൂജിച്ചു കൊള്ളുവാൻ പാർവതി രതീദേവിയോട്
പറയുന്നുണ്ട്. ഇത് ചെയ്ത ഇങ്ങനെ പൂജ ചെയ്ത് രതീദേവി മഹാദേവനെ സംപ്രീതനാക്കുകയും അതിൽ മഹാദേവൻ സമ്പുഷ്ടനായിട്ട് കാമദേവനെ പുനർജനിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തിരുവാതിര നാളിൽ ഭഗവാന്റെ ജന്മനാളായും കാമദേവന്റെ പുനർജനി ദിവസമായിട്ടും ആഘോഷിക്കാറുണ്ട്. ഇതുകൊണ്ട് തന്നെയായിരിക്കുമല്ലേ ഭർത്താക്കന്മാരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ട് അവരുടെ ദീർഘായുസിന് വേണ്ടിയിട്ടൊക്കെയാണ് സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. അതെ, ദീർഘസുമംഗലികളാകാൻ വേണ്ടിയിട്ട്, അതായത് മംഗല്യം കഴിഞ്ഞ സ്ത്രീകൾ, വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ തൻ്റെ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിന് വേണ്ടിയും കന്യകമാരായിട്ടുള്ള കുട്ടികൾ മഹാദേവനെ പോലെ, അതായത് പാർവതീ ദേവിയെ മഹാദേവൻ എങ്ങനെ സ്നേഹിച്ചു അതുപോലെ തൻ്റെ പതിയും തന്നെ സ്നേഹിക്കണം എന്നുള്ള ആഗ്രഹത്താൽ മഹാദേവനെ പോലെ ഒരു ഭർത്താവിനെ ലഭിക്കുവാനായിട്ട് കന്യകമാരും വ്രതമെടുക്കാറുണ്ട്. എങ്ങനെയാണ് തിരുവാതിര വ്രതം എടുക്കേണ്ടത്? തിരുവാതിര വ്രതം പണ്ടൊക്കെ എന്ന് പറയുന്നത് 28 നാൾ ആഘോഷിക്കാറുണ്ടായിരുന്നു. കാലാനുസൃതമായ വ്യത്യാസങ്ങൾ കൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഇപ്പോൾ ആഘോഷിക്കാറുള്ളത്. വൃശ്ചികത്തിലെ തിരുവാതിര നാൾ തുടങ്ങി ധനുമാസത്തിലെ തിരുവാതിര വരെയാണ് പണ്ട് ആഘോഷിക്കാറുള്ളത്. ഇപ്പോഴെന്ന് പറയുന്നത് ഇടയ്ക്ക് എന്നിട്ട് 10 ദിവസത്തെ ധനുമാസത്തിലെ തിരുവോണം മുതൽ തിരുവാതിര വരെ ആഘോഷിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് മകയിരം തിരുവാതിര മാത്രം വ്രതവും ഉറക്കമൊഴിച്ചൽ, പാതിരാപ്പൂ ചൂടൽ, മകയിരത്തിന് എട്ടങ്ങാടി നിവേദ്യം, അങ്ങനെ ചടങ്ങുകളുമായിട്ടാണ് നടത്താറുള്ളത്. അപ്പൊ ഇന്ന് മകീര്യമാണ്. അപ്പൊ ഇന്ന് നടക്കാൻ പോകുന്ന ചടങ്ങുകൾ എന്തൊക്കെയായിരിക്കും? ഇന്ന് മകയിരം ദേശാനുസൃതമായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നാലും മകയിരം ഒരിക്കൽ നോക്കുന്നവരുണ്ട് ഇന്ന്. എന്നിരുന്നാലും നമ്മൾ മകയിരം സന്ധ്യക്കുള്ളപ്പോഴാണ് മകയിരത്തിന് പ്രാധാന്യമുള്ളത്. വൈകിട്ടാണ് മകീരം. അതെ, ഇന്ന് വൈകിട്ടുണ്ട് മകയിരം. 8 മണി വരെ മകയിരമുണ്ട്. അപ്പോൾ ഇന്ന് 8 മണിക്ക് മുൻപ് നമ്മുടെ എട്ടങ്ങാടി നിവേദ്യം എന്ന ചടങ്ങ് നടത്തണം. എന്താണ് ഈ എട്ടങ്ങാടി നിവേദ്യം? എട്ടങ്ങാടി നിവേദ്യം എന്ന് പറയുമ്പോൾ 8 കൂട്ടമുള്ള, അതായത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ചേന, ചേമ്പ്, കാച്ചിൽ, കൂർക്ക എന്ന് പറയുന്ന ഇത്, ചെറുകിഴങ്ങ്, നനകിഴങ്ങ്, ഏത്തക്കായ, ഇവയെല്ലാം കൂടെ കനലിൽ ചുട്ടെടുത്ത് ശർക്കര പാവ് കാച്ചി പെരുമ്പയർ, അതായത് വൻപയർ, എള്ള് എന്നിവ വറുത്ത് ഇട്ട് കരിമ്പും തേങ്ങയുടെ കഷ്ണവും കൂടെ പുളിയിട്ടിട്ട് ഇളക്കിയെടുത്ത സ്വാദിഷ്ടമായ വിഭവമാണ് എട്ടങ്ങാടി എന്ന് പറയുന്നത്. ഇത് ഭഗവാന് പാർവതി, ശിവൻ, മഹാവിഷ്ണു, ഗണപതി, ഗുരു, ചിലയിടത്ത് ദേശവ്യത്യാസം അനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം, എന്നാലും അങ്ങനെ 5 പേർക്കാണ് നേദിക്കാറുള്ളത്. എന്തെങ്കിലും കഥയുണ്ടോ ഈ എട്ടങ്ങാടി നിവേദ്യം? എട്ടങ്ങാടി നിവേദ്യത്തിന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതില്ല. ഇത് ഉറക്കമൊഴിക്കലിനായിട്ട് നമ്മൾ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് തിരുവാതിര നക്ഷത്രം തീരുന്ന നാഴിക വരെ നമ്മൾ അരിയാഹാരം തൊടാറില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് രാത്രിയിലത്തേക്കുള്ള ഭക്ഷണമായിട്ട് നേദിക്കുന്നതിന് വേളി കഴിഞ്ഞാൽ, അതായത് വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ തിരുവാതിരയെ പുത്തൻ തിരുവാതിര എന്നും, ഋതുമതികളായ കുട്ടികളുടെ ആദ്യത്തെ തിരുവാതിരയെ പൂത്തിരുവാതിര എന്നുമാണ് പറയാറുള്ളത്. എന്താണ് ഈ പൂത്തിരുവാതിരയ്ക്ക് എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? തിരുവാതിരയ്ക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലെങ്കിലും ഋതുമതിയായ പെൺകുട്ടികൾ ആദ്യമായിട്ട് എടുക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതത്തിനെയാണ് പൂത്തിരുവാതിര എന്ന് പറയുന്നത്. പുത്തൻ തിരുവാതിര നമ്മുടെ വിവാഹം കഴിഞ്ഞ ആദ്യം വരുന്ന തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിരയാണ് പുത്തൻ തിരുവാതിര എന്ന് പറയുന്നത്. അന്ന് രാവിലെ മുതൽ തുടിച്ചുകുളി എന്ന് പറയും. ഇപ്പോ കുളവും ആറുമൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ള ഒരിതാണ്. രാവിലെ അഷ്ടമംഗല്യവും തോഴിമാരും, അതായത് നമ്മുടെ സഹോദരങ്ങളും ഒക്കെ ആയിട്ട് ആറ്റിലോ കുളത്തിലോ ഒക്കെ പോയിട്ട് തുടിച്ചു കുളിക്കുന്നതിന് പ്രത്യേക പാട്ടുകളും ഒക്കെ ഉണ്ട്. അതുമൊക്കെ തുടിച്ചു കുളിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഇതാക്കുകയും വൈകിട്ട് സ്വാഭാവികമായിട്ടും എട്ടങ്ങാടി നിവേദ്യവും ഉറക്കമൊഴിച്ചലും പാതിരാപ്പൂ ചൂടൽ എന്നുള്ള ചടങ്ങ് ഒക്കെ ആയിട്ട് നടക്കും. എങ്ങനെയാണ് ഈ പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്ന ചടങ്ങ്? പാതിരാപ്പൂ ചൂടൽ എന്ന് പറയുന്നത് ദശപുഷ്പങ്ങൾ എന്ന് പറയുന്ന 10 പൂക്കളുണ്ട്. കറുക, മുക്കുറ്റി, ചെറുതാളി, മുയൽച്ചെവിയൻ, കയ്യോന്നി, തിരുതാളി, നിലപ്പന, വിഷ്ണു ക്രാന്തി എന്ന് പറയുന്ന 10 തരം പൂക്കൾ സസ്യങ്ങളാണ്. അത് എല്ലാം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് അത് പാട്ടുപാടി ആണ് എടുക്കാറുള്ളത്. അത് പാട്ടുപാടി ഓരോ തരം പൂക്കളും ഓരോ ദേവതകളാണ് അധിനിവേശം ചെയ്യുന്നത്.
ആ ദേവതകളെ സ്തുതിച്ചുകൊണ്ട് ഓരോ പാട്ടും പാടി ഇതെല്ലാം കൂടെ ഒരുമിച്ചാക്കി തലയിൽ രാത്രിയിൽ ഭർത്താവ് ചൂടിക്കൊടുക്കണം എന്നുള്ളതാണ് പുത്തൻ തിരുവാതിരക്കാർക്ക്. ഭർത്താവ് തലയിൽ ചൂടിക്കൊടുക്കണം. 101 വെറ്റില ഭാര്യയും ഭർത്താവും കൂടെ കഴിച്ചു തീർക്കണം എന്നൊക്കെയാണ് പഴയ ചടങ്ങുകൾ. അപ്പോൾ അതിനനുസരിച്ചൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം പുതിയ തലമുറകൾക്കും ഇതൊക്കെ വേണം എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് അത്യാവശ്യം ചടങ്ങുകളും ഒക്കെ ആയി പോകുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഈ പുത്തൻ തിരുവാതിരക്ക് മാത്രമാണോ ഈ പാതിരാപ്പൂ ചൂടുന്നത്? അതെ, പുത്തൻ തിരുവാതിരയ്ക്ക് വേളിപ്പെണ്ണ്, അതായത് വേളി കഴിഞ്ഞവര് ഭർത്താക്കന്മാർ ചൂടിക്കൊടുക്കാറുണ്ട്. എല്ലാ തിരുവാതിര നോയമ്പിനും തിരുവാതിര വ്രതത്തിൽ എല്ലാത്തിനും പാതിരാപ്പൂ ചൂടുന്ന ചടങ്ങുണ്ട്. അതോടുകൂടി അന്നത്തെ ഇത് കഴിയുമെങ്കിലും തിരുവാതിര നാൾ രാവിലെ വീണ്ടും കൂവ കുറുക്കി നേദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ മാത്രമേ നിവേദ്യത്തിന്റെ ചടങ്ങുകൾ തീരുകയുള്ളൂ. തിരുവാതിര നക്ഷത്രത്തിന്റെ നാഴിക തീരുന്നത് വരെ അരിയാഹാരം തൊടാൻ പാടില്ല. അപ്പോ ഈ വർഷം അത് എത്ര മണി വരെയാണ് ഉണ്ടാകുക? ഈ വർഷം ഇന്ന് വൈകിട്ട് 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിയോട് കൂടി തിരുവാതിര നക്ഷത്രം തുടങ്ങിയാൽ നാളെ വൈകിട്ട് 5:30 വരെയാണ് തിരുവാതിര നക്ഷത്രം ഉള്ളത്. ആ സമയങ്ങളിൽ അരിയാഹാരം പാടില്ല. പയറോ കിഴങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ, ഗോതമ്പ്, റവ അങ്ങനെയുള്ളതൊക്കെ കഴിക്കാം. ഉള്ളി, ഉഴുന്ന് അങ്ങനെയുള്ളതൊന്നും പാടില്ല. എന്തൊക്കെയാണ് തിരുവാതിര വ്രതം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പ്രധാനമായും ഇത് തന്നെയാണ്. നമ്മൾ ഉള്ളി, ഉഴുന്ന് അങ്ങനെയുള്ള പഴയ ആൾക്കാര് അതൊക്കെ ഉപേക്ഷിച്ചിരുന്ന ആൾക്കാരാണ്. നമ്മുടെ ഉള്ളി കഴിക്കാൻ പാടില്ല. അതെ, ഉള്ളി, ഉഴുന്ന്, അരിയാഹാരം ഒക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വേറെന്തെങ്കിലും ക്ഷേത്ര ദർശനങ്ങളുമായി ബന്ധപ്പെട്ട്? മഹാദേവന്റെ ക്ഷേത്ര ദർശനം, പാർവതി ദേവിയും മഹാദേവനും ഒരുമിച്ചുള്ള ക്ഷേത്രങ്ങളാണെങ്കിൽ അത് അത്രയും നന്ന്. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത മഹാദേവ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പോയി മഹാദേവനെ ദർശിക്കുകയും നമഃശിവായ മന്ത്രം ജപിക്കുകയും ഒക്കെ ചെയ്യുന്നത് തന്നെ ഉത്തമമാണ്. തിരുവാതിരക്കളി ഏത് സമയത്താണ് നടക്കുക? തിരുവാതിരക്കളി നമ്മുടെ എട്ടങ്ങാടി നിവേദ്യം കഴിയുന്ന സമയത്ത്, എട്ടങ്ങാടി നിവേദ്യം കഴിഞ്ഞ് അതിൻ്റെ ഒരു ശകലം നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം, എട്ടങ്ങാടി നിവേദ്യം കഴിച്ചതിന് ശേഷം നമ്മൾ നിലവിളക്ക് കൊളുത്തി വെച്ചിട്ട് അവിടെ അഷ്ടമംഗല്യവും ഒക്കെ വെച്ചിട്ട് സ്ത്രീകൾ, ഇല്ലത്തെ സ്ത്രീകൾ എല്ലാവരും കൂടെ കൂടി ചേർന്നിട്ട് ഗണപതി, സരസ്വതി, ഇഷ്ടദേവതാസ്തുതികൾ ഒക്കെ പാടി ഉറക്കം വിളയ്ക്കുന്നത്. തിരുവാതിര കളിച്ചാണ് പണ്ടുള്ളവർ ഉറക്കം വിളയ്ക്കാറുള്ളത്. രാത്രി മൊത്തം ഉറക്കം ഒഴിക്കാറുണ്ട്. തിരുവാതിര കളിച്ചാണ് ഉറക്കം ഒഴിയാറുള്ളത്. പാതിരാപ്പൂ ചൂടുന്നത് വരെ എന്തായാലും തിരുവാതിര കളിക്കണം. പാതിരാപ്പൂ ചൂടാനായിട്ട് പൂവ് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന ഒരു ചടങ്ങുണ്ട്. അതിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ വഞ്ചിപ്പാട്ടൊക്കെ പാടിയാണ് വരുന്നത്. അതെ, ഈ 10 പൂക്കളെ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചിട്ട്, പണ്ടൊക്കെ എന്ന് പറയുന്നത് സങ്കല്പമാണ്, നമ്മൾ 10 പൂക്കളെയും ആ സമയത്ത് പോയി പറിച്ചെടുക്കുന്നു എന്നുള്ള സങ്കല്പമുണ്ട്. അപ്പോൾ പുത്തൻ തിരുവാതിരയ്ക്ക് ഉണ്ടെങ്കിൽ ആ വധു അല്ലെങ്കിൽ ആദ്യത്തെ വേളി കഴിഞ്ഞ ആ കുട്ടി കിണ്ടിയിൽ വെള്ളം എടുക്കണം, അഷ്ടമംഗല്യം എടുക്കണം. എന്നിട്ട് ഓരോ ദേവന്മാരോടും അനുവാദം ചോദിച്ചുകൊണ്ട് ആ പൂക്കൾ പറിച്ചെടുക്കുന്നതായിട്ടാണ് സങ്കല്പം. ഇപ്പോൾ എല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട് എല്ലാവരും. ഇപ്പോഴും പാടാറുണ്ട്. അതെ, പാതിരാപ്പൂ ചൂട്, ഒന്നാനം കുറിഞ്ഞി എന്നും പറഞ്ഞിട്ട് പാട്ടുണ്ട്. 10 പൂക്കളെയും എടുക്കുന്ന പാട്ടുണ്ട്. അങ്ങനെ 1 മുതൽ 10 വരെ പാട്ട് പാടി അതിൻ്റെതായ ദേവതകളെ സ്തുതിച്ചുകൊണ്ട് ആ പൂക്കളെടുത്ത് ഇല്ലത്തിന്റെ മുൻവശത്ത് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ അവിടെ ചേടി എന്ന് പറയുന്ന കോലം വരച്ചിട്ടുണ്ടാവും. കോലം തമിഴ് ബ്രാഹ്മിൺസാണ്, നമുക്ക് ചേടി വരയ്ക്കുക എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ആ ചേടിയുടെ മുൻപിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടെ 10 പുഷ്പങ്ങളെയും വേർതിരിച്ചെടുത്ത് ഓരോ കെട്ടാക്കി ഭർത്താക്കന്മാരെ കൊണ്ട് ചൂടിപ്പിക്കുക എന്നാണ് പാതിരാപ്പൂ ചൂട്. വേറെന്തെങ്കിലും ചടങ്ങുകളുണ്ടോ? പ്രധാനമായും ഇത്രയൊക്കെയാണ്. പിന്നെ ഉറക്കമൊഴിച്ചിലും തിരുവാതിരക്കളിയും. ഈ നിവേദ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഈ തിരുവാതിരക്കളിക്ക് ഒരു ഐതിഹ്യമുണ്ടോ, അല്ലെങ്കിൽ ചരിത്രമുണ്ടോ? തിരുവാതിര കളിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ചരിത്രമായിട്ട് പറയാനായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ സമയം ഇതാക്കാൻ വേണ്ടിയിട്ട് താളാത്മകമായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള ഗീതങ്ങളാണ് നമ്മൾ തിരുവാതിരക്കളിയിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് എല്ലാ കാലത്തും തിരുവാതിരക്കളി ഉണ്ട്. പണ്ട് കാലത്ത് എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്താണ് അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ തിരുവാതിരക്കളിയും പഴയ കാലത്ത് തിരുവാതിരക്കളിയും നമ്മൾ വ്യത്യാസമുണ്ടോ? ഇന്നത്തെ തിരുവാതിര എന്ന് പറയാനായിട്ട് എനിക്ക് പറഞ്ഞു വരുമ്പോൾ നമ്മളത് മറ്റുള്ള ആൾക്കാരെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതിയായി പോകും.
യോഗക്ഷേമ സഭ എന്നൊരു സംഘടന ഇപ്പം ഞങ്ങളുടേതായിട്ടുണ്ട്. ഞങ്ങൾ ചെയ്യുന്നത് എപ്പോഴും പാരമ്പര്യ രീതിയിലുള്ള തിരുവാതിരക്കളികൾ മാത്രമാണ് ചെയ്യുന്നത്. ഓ. ഇന്ന് പലയിടത്തും തിരുവാതിരക്കളികൾ നിഷേധിക്കാറുണ്ട് പല അമ്പലങ്ങളിലും. കാരണം തിരുവാതിരക്കളി എന്ന പേരിൽ നടത്തുന്ന പുതിയ രീതിയിലുള്ള കൈകൊട്ടിക്കളികളാണ് പൂർണ്ണമായിട്ടും അതിൽ ഉൾക്കൊള്ളിക്കുന്നത്. പക്ഷേ അത് പല ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ നിരോധിക്കുന്നുണ്ട്. തിരുവാതിരക്കളി മാത്രമാണെങ്കിൽ ആണ് അവതരിപ്പിക്കുന്നത്. ഗുരുവായൂരിലൊക്കെ പ്രധാനമായിട്ടും ഇപ്പൊ കഴിഞ്ഞ വർഷം ആറ്റുകാലം നിരോധിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. കാരണം തിരുവാതിരക്കളി എന്ന് പറഞ്ഞ് അവർ വരുമ്പോൾ അവിടെ ഉള്ളവർക്കറിയില്ല അത് തിരുവാതിരക്കളിയാണോ കൈകൊട്ടിക്കളിയാണോ എന്നുള്ളത്. അതിനെ അങ്ങനെ നിഷേധിച്ചപ്പോഴാണ് അവരത് കൈകൊട്ടിക്കളി എന്ന രൂപം പറഞ്ഞു തുടങ്ങിയത്. തിരുവാതിരക്കളി എന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെതായ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം മുമ്പോട്ട് പോകാൻ. അതിന്റെ ചുവടുകൾക്കും അല്ലെങ്കിൽ ഉള്ള പാട്ടുകൾക്കൊക്കെ വ്യത്യാസം ഇപ്പോഴും മത്സരങ്ങളിൽ അങ്ങനെയൊക്കെ പറയാറുണ്ട്. മറ്റേ പതിഞ്ഞ് തിരുവാതിര പതിഞ്ഞ ചുവടുകൾ തന്നെയാണ്. പതിഞ്ഞ ചുവടുകളും പതിഞ്ഞ പാട്ടുകളും ഒക്കെ തന്നെയാണ് തിരുവാതിരയ്ക്ക് വേണ്ടിയത്. ഇപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോഴുള്ള ആളുകളുടെ ഓരോ അവസ്ഥ അനുസരിച്ച് ചിലവര് അത് ഇരുന്ന് കളിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായത് കൊണ്ട് ആ ഒരു രീതിയിൽ പോകുന്നു എന്നാലും നമ്മൾ തനതായ രീതിയിൽ തന്നെ തിരുവാതിരക്കളികളൊക്കെ കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലത്. ഈ തിരുവാതിരയ്ക്ക് കണ്ണെഴുതുന്നതും മൈലാഞ്ചി ഇടുന്നതിനും പ്രാധാന്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണെഴുതുന്നത് എന്ന് പറയുന്നതിനോട് വലിയൊരു പ്രാധാന്യം ഇല്ല. മൈലാഞ്ചി ഇടുക എന്ന് പറയുന്നത് തിരുവാതിര സമയത്ത് മൈലാഞ്ചി അരച്ച് തന്നെ, മൈലാഞ്ചിയുടെ ഇല അരച്ച് തന്നെ നമ്മൾ ഇടണം എന്നുള്ളതാണ്. എന്നാ ഇടേണ്ടത്? അങ്ങനെ ഒരു ദിവസമൊക്കെ ഉണ്ടോ? പണ്ട് ഞാൻ പറഞ്ഞില്ലേ 7 ദിവസം മുൻപ് തിരുവോണ നാള് തുടങ്ങുന്ന തിരുവാതിരയ്ക്ക് ആ സമയത്തേ നമ്മൾ ഇടും. ഇപ്പൊ മകയിരം നാളില് എല്ലാവരും തിരുവാതിര മൈലാഞ്ചി അരച്ച് ഇട്ടാണ് കളിക്കാറുള്ളത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്രയും വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെച്ചതില്. ഇനി അവർ തിരുവാതിര ആഘോഷിക്കുമ്പോൾ ശ്രദ്ധിക്കട്ടെ എന്നുള്ളത് കൂടിയാണ്. നന്ദി.